ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഒന്ന് മാധ്യമങ്ങളെല്ലാം കൂടെ കൂടും കൊടുക്കുക എല്ലാം എടുത്ത് അവിടെ പോയി ഇത് വിഷ്വലൈസ് ചെയ്യുന്നു. ഇപ്പോൾ വെടിവെക്കും, തണ്ണീർക്കൊമ്പനെ ഇപ്പോൾ വെടിവെക്കും, മറ്റേ ആന ഇപ്പോൾ വെടിവെക്കും, അപ്പോൾ സാഹചര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ ഒരു മുൾമുനയിൽ ഇങ്ങനെ നിൽക്കും. ഈ പറഞ്ഞ ഈ പ്രദേശവുമായി ബന്ധമില്ലാത്ത ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അതൊരു കാണാൻ കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. അതിനപ്പുറത്തേക്ക് അതൊന്നും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഈ ഭരണാധികാരികൾ ശരിക്കും ഈ കഴിഞ്ഞ ദിവസം ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. അതായത് ജനറൽ കോച്ചിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആളറിയിക്കാവുന്ന വേഷം മാറി കയറിയിരുന്ന് യാത്ര ചെയ്താലേ അദ്ദേഹത്തിന് മനസ്സിലാവും, അല്ലെങ്കിൽ റെയിൽവേ മന്ത്രിക്ക് മനസ്സിലാകത്തുള്ളൂ എന്താണ് ഈ ട്രെയിനിൽ നടക്കുന്നത് എന്നതുപോലെ. ആളറിയിക്കാതെ പോയി ഒരു ദിവസം അവിടെങ്ങാനും ഒന്ന് പോയി താമസിക്കണം ഈ പറഞ്ഞ മന്ത്രിമാരും ഇതിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. നമുക്ക് ദൂരെ ഇരുന്ന് കാണുമ്പോൾ, ടി വി കൂടെ കാണുമ്പോൾ ഇതൊക്കെ ടി വിയിലെ കാഴ്ചകളും കൗതുകകരവും മറ്റാരും അനുഭവിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ദൂരെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറയാം. കൃത്യമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള ഒരു വികസനം, വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു വികസന പ്രക്രിയ അവിടെ നടക്കേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ ഫെൻസിങ് ഉണ്ടാക്കൽ തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ കാടിറങ്ങി വരുന്ന ആനയും പുലിയും ഒക്കെ വെടിവെച്ച് കൊല്ലാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വഴിയുടെ വാതൊക്കെ പോയി തൂക്കം പിടിച്ചുകൊണ്ട് ഒരാളങ്ങ് നിന്നാൽ പോരെ സ്ഥിരമായിട്ട്. വേലികൾ പല സ്ഥലത്തും തകർന്നിരിക്കുകയാണ്, പല സ്ഥലത്തും അതില്ല. ഇതിന്റെ മെയിൻ്റനൻസ് നടക്കുന്നില്ല. അതിന്റെ മെയിൻ്റനൻസ് ഒന്നുമില്ല, ഉള്ളയിടത്ത് നടക്കുന്നില്ല. കൃത്യമായ ഫണ്ട്. ഇത്രയും പ്രശ്നം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും വെറും 48.85 കോടി രൂപ മാത്രമാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് സംസ്ഥാന ബജറ്റിൽ എന്നതാണ് കൗതുകകരമായൊരു കാര്യം. നമുക്കറിയാം, ലോക സമാധാനത്തിന് വരെ വലിയൊരു ഫണ്ട് മാറ്റിവെച്ച സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബജറ്റ് എന്നത്. പിന്നെ ഈ കാടതിർത്തിയിലെ സമാധാനത്തിനുള്ള ഇത്തിരി പൈസ മാറ്റിവെക്കുകയും നടപ്പാക്കുകയും വേണം. അതിന് പര്യാപ്തമായ തുകയില്ല എന്ന് നമ്മൾ പരാതിപ്പെടുമ്പോൾ പോലും സപ്ലൈകോൾക്ക്, മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ള ആഹാര സാധനങ്ങൾ വിതരണം ചെയ്ത സപ്ലൈകോയ്ക്ക് പോലും കൃത്യമായ ആവശ്യത്തിനുള്ള ഫണ്ട് ലഭിച്ചില്ല, ബജറ്റിൽ അതിനുള്ള നീക്കിയിരിപ്പില്ല എന്ന വിമർശനം ഭരണപക്ഷത്തു നിന്ന് തന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടി തന്നെ, മന്ത്രി തന്നെ ഉന്നയിക്കുമ്പോഴാണ് നമ്മൾ ഈ വനാതിർത്തിയിലെ പ്രശ്നങ്ങൾക്ക് എന്ന വിലാപം. അങ്ങനെങ്കിലും ആ പാർട്ടി ഒന്ന് അനങ്ങുന്നത് നല്ലതാണ്. നേരത്തെ ആ പാർട്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വകുപ്പാണ് ഇത്. അതായത് കെ രാജു വനം മന്ത്രിയായിരുന്നു, CPIയുടെ മന്ത്രി. അതിനുശേഷം മാറ്റിക്കൊടുത്തതാണ് ഇപ്പോൾ ഇത്തവണ ശശീന്ദ്രൻ്റെ മാറ്റിക്കൊടുത്തതാണ്. ഈ കെ രാജു ഒക്കെ മന്ത്രിയായിരുന്നിട്ട് എന്താണ് ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഈ കാലത്തിനിടയ്ക്ക് ഇത് പുതിയ സംഭവം ല്ലോ. ഈ അദ്ദേഹത്തിൻ്റെ മണ്ഡലം, അതായത് പുനലൂർ മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു കെ രാജു. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഈ പ്രശ്നമുള്ളതാണ്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ്റെ പ്ലാന്റേഷൻ ഉണ്ട്. അവിടെയൊക്കെ ചിലപ്പം ആന ഇറങ്ങി വന്നിട്ട് ഈ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളെയൊക്കെ, സ്ത്രീകളടക്കമുള്ള ആൾക്കാരെ ഉപദ്രവിച്ചിട്ട് പുരുഷന്മാരെയൊക്കെ ചവിട്ടി തേച്ച് കൊന്നിട്ട് പോയ സംഭവങ്ങൾ എത്രയോ ഉണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്തൊക്കെ എന്ത് നടപടികളുണ്ടായി, മാറ്റങ്ങളുണ്ടായി എന്നുള്ളത് നമ്മൾ പിന്നെയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആലോചിക്കുകയാണ്. ഈ പുനലൂർ ഒരാളെക്കുറിച്ചൊരു വാർത്ത ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രദേശത്തുള്ള ഈ പറഞ്ഞ സോളാർ ഫെൻസിങ് അദ്ദേഹം തന്നെയാണ്. അയാൾക്ക് ഇതിൻ്റെ പ്രദേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അയാളൊരു പോളിടെക്നിക്കിലോ മറ്റേ IT മറ്റോ പഠിച്ചൊരു ചെറുപ്പക്കാരനാണ്. അയാളത് കൃത്യമായിട്ട് അയാളുടെ വീടിൻ്റെ ഭാഗത്തുള്ള അത്രയും ഭാഗം വേറെ പൈസയൊന്നും വാങ്ങിക്കാതെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ആ ഭാഗത്ത് ഇപ്പം കുറച്ച് സേഫാണെന്നാണ് പറയുന്നത്. ഇത് ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. വനം വകുപ്പിനെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ആൾക്കാരെ നിയോഗിക്കാവുന്നതാണല്ലോ. ഈ പറഞ്ഞതുപോലെ ഈ ആദിവാസി മേഖലയിൽ തന്നെയുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതിൽ തന്നെ സാങ്കേതികമായിട്ട് മികവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് പരിശീലനം കൊടുത്തോ, അല്ലെങ്കിൽ ആർക്കാണെന്ന് വെച്ചാൽ അങ്ങനെ കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ആദിവാസി മേഖലയിലുള്ള ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞത്. ആർക്കെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് പരിശീലനം കൊടുത്ത് ഈ ഉള്ള ഇലക്ട്രോണിക് അല്ലെങ്കിൽ സോളാർ ഫെൻസിങ്ങുകളെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ധാരണ ഉണ്ടാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. അതിന് ഇത് വലിയൊരു പ്രശ്നമാണെന്നും ഒരുപാട് പേരുടെ ജീവനെയും സ്വത്തിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് ഗൗരവത്തിലെടുക്കാനുള്ള ഒരു സന്മനസ് ഭരണാധികാരി വർഗത്തിനുണ്ടായിരിക്കും. സന്മനസ്സാണ്. അതെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.